subscribe to my channel. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ CGFNSന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് കണ്ടത്. അതിന് കുറച്ച് നല്ല റിവ്യൂസ് എല്ലാം കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ അത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇനിയും ആവശ്യമുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് CGFNSന്റെ സെക്കൻഡ് സ്റ്റേജിലേക്കാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരുടെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു റിപ്പോർട്ട് അയക്കും. അപ്പോൾ അത് നമുക്ക് മെയിലിൽ വരുന്നത് credential verifications completed and report awaiting for approval by the applicant എന്നായിരിക്കും. അപ്പോൾ നമ്മൾ CGFNS സൈറ്റിൽ ചെന്നിട്ട് അത് റിവ്യൂ ചെയ്യുക. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് റിവ്യൂ ചെയ്യുക. അതിൽ അപ്രൂവൽ എന്ന് അപ്രൂവ് ചെയ്യുന്ന ഒരു ഐക്കൺ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും CGFNSന്റെ നെക്സ്റ്റ് മെയിൽ വരും. അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് ആയിരിക്കും. അപ്പം ഈ പ്രോസസ്സ് CGFNSന്റെ പ്രോസസ്സ് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്. ഇനി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് ആണ്. ചിലപ്പോൾ അന്നത്തെ സെയിം ദിവസം തന്നെ നമുക്ക് ന്യൂസിലാൻഡ് കൗൺസിൽ എന്നുള്ള മെയിൽ വരും. അപ്പോൾ എനിക്ക് അന്ന് തന്നെ വന്നായിരുന്നു. അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അവർ ആ മെയിലിൽ പറയുന്നത്. അതായത് ഒന്ന് മൈ IQN എന്ന് പറയുന്ന ഒരു പോർട്ടലിൻ്റെ ഒരു ലോഗിൻ ലിങ്കും, അതുപോലെ തന്നെ ഫിറ്റ് ടു വർക്ക് എന്ന് പറയുന്ന സെക്കൻഡ് വേറൊരു ലിങ്കും. അപ്പം മൈ IQN എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ, ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ മൈ IQNലേക്ക് നമുക്കൊരു യൂസർ നെയിം അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ യൂസർ നെയിം എന്ന് പറയുന്നതാണ് ശരിക്കുള്ള നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. അപ്പം നമുക്ക് ആ സൈറ്റിൽ കയറിയിട്ട് അവരൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ സൈറ്റിൽ കയറി നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. പാസ്വേഡ് റീസെറ്റ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി, എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി. അത് നമ്മൾ CGFNS ചെയ്ത പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ജസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക. ഈ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ മൈ IQNൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് $485 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ്. അപ്പോൾ ആ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം അവർ നമുക്കൊരു മെയിൽ അയക്കും. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 ബിസിനസ് ഡേയ്സിനുള്ളിൽ ഒരു കേസ് മാനേജറിനെ അസൈൻ ചെയ്യുന്നതാണ്. 20 ബിസിനസ് ഡേയ്സിനുള്ളിൽ ഒരു കേസ് മാനേജറിനെ അസൈൻ ചെയ്യും. അതുപോലെ തന്നെ 45 ബിസിനസ് ഡേയ്സ് ആണെന്ന് അവർ അസസ്മെന്റ് ടൈം പറയുന്നത്. പക്ഷേ ഇത് കുറച്ച് നാൾ മുന്നേ വരെയായിരുന്നു അത് അവർ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ പുതിയതായിട്ട് ഞാൻ സൈറ്റിൽ കയറി സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് 5 months എന്നാണ് പറയുന്നത്. ബിക്കോസ് അവർ ഒരു മാസീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 5 months എങ്കിലും അവരുടെ അസസ്മെൻറ്റ് ടൈം പീരീഡ് അവർ ചോദിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ സമയം എടുത്തവരെയും എനിക്കറിയാം. കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ 8 months വെയിറ്റ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ എല്ലാവർക്കും ഡിലേ ആവുന്നില്ല, കുറച്ച് പേർക്കൊക്കെ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും അപ്സെറ്റ് ആവണ്ട. കാരണം നേരത്തെ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നവരുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 45 ബിസിനസ് ഡേയ്സിനുള്ളിൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ 5 monthsനുള്ളിൽ നമ്മുടെ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ ഈച്ച് സ്റ്റേജിൽ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മുടെ പേപ്പേഴ്സിലും ഡീറ്റെയിൽസിലും എന്തെങ്കിലും ഒരു സംശയം തോന്നുവാണെങ്കിൽ അവർ നമുക്ക് ഇടയ്ക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ജെന്യുവൻ ആയിട്ടുള്ള ആൻസർ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് പറഞ്ഞ പോലെയുള്ള ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്ക്, അതായത് ഫിറ്റ് ടു വർക്കിനുള്ള സെക്കൻഡ് ഓപ്ഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിറ്റ് ടു വർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്കാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള പോലീസ് ക്ലിയറൻസ് പരിപാടിയല്ല. ഇത് നമ്മൾ ഈ ഫിറ്റ് ടു വർക്ക് എന്ന് പറയുന്നതും ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർ ചോദിക്കുന്നത് ലാസ്റ്റ് 7 yearsലോട്ടുള്ള നമ്മുടെ അഡ്രസ് ഹിസ്റ്ററിയാണ്. അപ്പം ഈ ലാസ്റ്റ് 7 yearsലോട്ടുള്ള നമ്മുടെ അഡ്രസ് ഹിസ്റ്ററി എല്ലാം അതിൽ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് അവർ നമ്മളോട് പറയും ഏതൊക്കെ കൺട്രിയുടെ ഫിറ്റ് ടു വർക്കാണ് നമുക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഈച്ച് കൺട്രി അനുസരിച്ചിട്ട് നമ്മുടെ ഫിറ്റ് ടു വർക്കിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് പറയുവാണെങ്കിൽ ഒരു $159 ആണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് കൺട്രീസ് അനുസരിച്ചിട്ട് ആ പേയ്മെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ് വർക്ക് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ
സാധാരണ ചെയ്യുന്ന പോലീസ് ക്ലിയറൻസ് പോലെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ റോളില്ല. വൺസ് അവർക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഫിറ്റ് വർക്കിൻ്റെ സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കൺട്രിയുടെ കംപ്ലീറ്റഡ് ആയിന്ന്. അപ്പോൾ വൺസ് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും ഈ ഫിറ്റ് വർക്ക് സൈറ്റിൽ തന്നെ അവർ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ പോലീസ് ക്ലിയറൻസ് കംപ്ലീറ്റ് മീൻസ് ക്രിമിനൽ ക്ലിയറൻസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ റിപ്പോർട്ട് ന്യൂസിലാൻഡ് കൗൺസിലിന് അയക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം ഡയറക്റ്റ് കൗൺസിലിലേക്ക് ആ ഡീറ്റെയിൽസ് ചെല്ലുന്നുണ്ട്. സോ അങ്ങനെയാണ് ഫിറ്റ് വർക്ക് എന്ന് പറയുന്നത്. വൺസ് ഫിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ നമുക്ക് ന്യൂസിലാൻഡ് കൗൺസിലിൽ നിന്ന് ഒരു മെയിൽ വരും, നമ്മുടെ അസസ്മെന്റ് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ നമ്മുടെ MyIQN എന്ന് പറയുന്ന ആ സൈറ്റ് വേറൊരു സൈറ്റിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് നോ ലോങ്ങർ MyIQN ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ പോകുന്നത് MyNC എന്ന് പറയുന്ന അക്കൗണ്ടിലൂടെയാണ്. അതിൽ നമുക്കൊരു യൂസർ നെയിം ഉണ്ടാവും. ആ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ MyIQNൽ നമുക്ക് വന്ന സെയിം യൂസർ നെയിം ആണ്. അത് തന്നെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ന്യൂസിലാൻഡ്. അതിൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സൈറ്റിൽ പോയിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ MyNC അക്കൗണ്ട് ഓപ്പൺ ആവും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് സ്കോപ്പ് ഓഫ് പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഇൻഫോർമേഷൻസ് എല്ലാം പോപ്പപ്പ് ചെയ്ത് വരും. ഇതൊക്കെ വായിക്കാം. വായിച്ചു നോക്കിയതിന് ശേഷം അതിൻ്റെ താഴെ തന്നെ നമുക്ക് APC ആപ്ലിക്കേഷനുള്ള ഒരു ഓറഞ്ച് ബട്ടൺ കാണും. നമുക്ക് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടിയിട്ടും കാര്യമില്ല. APC അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ APC അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ APC ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിലും നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പിന്നെ എൻട്രി ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ APCയുടെ ഒരു റെസിപ്റ്റ് നമുക്ക് കിട്ടും. APC അപ്ലൈ ചെയ്യുന്നത് ചിലർക്ക് അന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് APCയുടെ പേയ്മെൻറ്റ് അടച്ച് അന്ന് ഒരു വിതിൻ 1 or 2 hours തന്നെ എനിക്ക് APC കിട്ടിയായിരുന്നു. അന്ന് തന്നെ നമുക്ക് APC കിട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ആഫ്രയ്ക്ക് അപ്ലൈ ചെയ്യാം. സോ ന്യൂസിലാൻഡ് APC കിട്ടിയതിന് ശേഷം നമുക്ക് അന്ന് തന്നെ ആഫ്ര രജിസ്ട്രേഷന് കൊടുക്കാം. ആഫ്ര രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് എനിക്ക് ഫുൾ സ്റ്റെപ്സ് കാണിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ എങ്ങനെയാണ് നമ്മൾ അവിടെ വരെ എത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഗൂഗിൾ ക്രോം സൈറ്റിൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി അഥവാ ആഫ്ര എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആഫ്രയുടെ പേജ് ഓപ്പൺ ആയി കിട്ടും. അതിൽ ആഫ്ര സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. നമുക്ക് വേണ്ടത് ഹൗ ടു അപ്ലൈ അല്ലെങ്കിൽ വോണ്ട് ടു ബിക്കം എ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പം ബാക്കി എല്ലാം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ ഹൗ ടു അപ്ലൈയിലേക്ക് പോകാം. ഹൗ ടു അപ്ലൈ എന്ന് പറയുമ്പോഴേക്ക് അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള പേജ് ഓപ്പൺ ആവും. അതിൽ നമുക്ക് വേണ്ടത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന ഓപ്ഷനാണ്. അപ്പം നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ ലോഗിൻ ID പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ട്. അതിലാണെങ്കിൽ നമ്മൾ ഒരു ട്രാൻസ് ടാസ്മാനിയൻ പാത്വേ വഴിയുള്ള ആപ്ലിക്കേഷൻ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാർട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ സ്റ്റാർട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആഫ്രയുടെ ലോഗിൻ പേജ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ കാണുന്ന ഐ ഡോണ്ട് ഹാവ് എ ലോഗിൻ എന്ന സംഭവം ക്ലിക്ക് ചെയ്യുക. അപ്പം അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഫ്ര രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീസായിട്ടുള്ള അറൗണ്ട് $158 ഓസ്ട്രേലിയൻ ആണെന്ന് തോന്നുന്നു. അത് നമ്മൾ പേ ചെയ്യുക. പേ ചെയ്തതിന് ശേഷം നേരത്തെയൊക്കെ ആണെങ്കിൽ വളരെ താമസമില്ലാതെ തന്നെ ആഫ്ര രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് APC അപ്ലൈ ചെയ്ത് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയതിൻ്റെ അന്ന് ആഫ്ര രജിസ്റ്റർ ചെയ്ത അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ആഫ്ര രജിസ്ട്രേഷനും വന്നായിരുന്നു. അപ്പം ആഫ്ര രജിസ്ട്രേഷൻ വന്നതിന് ശേഷം നമ്മൾക്ക് ആൻമാക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ആ
ആൻമാക് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് see you for the next video. Okay, till then, bye.